ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നയാ പൈസ നൽകിയിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി അതുതന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ വാഗ്ദാനങ്ങളൊക്കെ വെറും കീറ വാഗ്ദാനങ്ങൾ മാത്രമാണ്. കടകംപള്ളി കഴക്കൂട്ടത്തുകാരുടെ ഹൃദയത്തിലും മനസ്സിലുമാണുള്ളത്. ഞാൻ പുറത്തല്ല, ഞാൻ ജയിച്ചാലും തോറ്റാലും ജനങ്ങളുടെ കൂടെ തന്നെയാണ്. BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മീഡിയയോടൊപ്പം സംസാരിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് BJPയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചൊക്കെ അതിലുണ്ട്. ഈ ദേവസ്വം ബോർഡുകളൊക്കെ ഉടച്ചു വാർക്കുമെന്നാണ് അവർ പറയുന്നത്. വലിയ കാര്യമുണ്ടോ അതിൽ? അല്ല, വാഗ്ദാനങ്ങൾ പെരുമഴയായി പെയ്യ്ക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടികളാണ് BJPയും UDFും. 2014 മുതൽ ഇന്ത്യ കാണുന്നൊരു കാഴ്ചയാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴ കാലത്തെ സംബന്ധിച്ച്. ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട വാഗ്ദാനം 1-2 സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയാവില്ല. നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം ഉണ്ട്, അത് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. വൻകിടക്കാരാണ് അതിൻ്റെ പിന്നിലുള്ളത്. എല്ലാ കള്ളപ്പണവും പിടിച്ച് നമ്മുടെ വീടുകളിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു BJPയുടെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഒരു കള്ളപ്പണവും പിടിച്ചില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 12 വർഷമായി ഒരു നയാ പൈസയും ഒരു അക്കൗണ്ടിലേക്കും വന്നിട്ടില്ല. എല്ലാവരും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അക്കാലത്ത് BJP ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞു. ഒരു നയാ പൈസ പോലും കള്ളപ്പണമായി നോട്ട് നിരോധനത്തിന് മറുപടി പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ, കർഷകർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്, യുവാക്കൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്, വീട്ടമ്മമാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. ഇങ്ങനെ വാഗ്ദാനങ്ങൾ സാധാരണ കൊടുക്കുകയും അവ നടപ്പിലാക്കേണ്ടതില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് BJPയും. ഏതാണ്ട് അതുപോലെ തന്നെയാണ് UDF. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കാനുള്ള ഒന്നാണ്, അത് നടപ്പിലാക്കാനുള്ളതല്ലെന്ന് കരുതുന്നവരാണ്. LDF നേരെ വിരുദ്ധമാണ്. LDF 2016 പ്രകടന പത്രിക പുറത്തിറക്കി. അതിലൊരു 4-5 കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം 600 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 5 കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. അതിന് ശേഷം ഇപ്പോൾ 2021-26 കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമം നടക്കുന്നത്. BJP എന്തടിസ്ഥാനത്തിലാണ് ഈ ഉടച്ചുവാർക്കുമെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അതിനൊക്കെ നിയമനിർമ്മാണമാണ് ആവശ്യം. നിയമനിർമ്മാണത്തിലൂടെ മാത്രമാണ് ഉടയ്ക്കലും വാർക്കലുമൊക്കെ നടക്കുക. നിയമസഭയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് പുറത്തുനിന്ന് നിയമനിർമ്മാണം നടത്താനായിട്ട് സാധിക്കില്ല. അത് അവർ മനസ്സിലാക്കുന്നതാണ്. ഇപ്രാവശ്യവും നിയമസഭയിൽ BJPയുടെ സീറ്റ് എന്ന് പറയുന്നത് 0 അവർ എടുത്തു പറയുന്നത് ശബരിമലയും ഗുരുവായൂരും സംരക്ഷിക്കുന്നു. 2 ക്ഷേത്രങ്ങളുടെ പേര് എടുത്തു പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും ശബരിമല സംരക്ഷിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വനഭൂമി ലഭ്യമാക്കണം. ഈ 2014 ശേഷം ഇപ്പോൾ 12 വർഷമായി. ഈ 12 വർഷത്തിനിടയിൽ 1 സെൻറ്റ് വനഭൂമി പോലും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നയാ പൈസ നൽകിയിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി അതുതന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ വാഗ്ദാനങ്ങളൊക്കെ വെറും കീറ വാഗ്ദാനങ്ങൾ മാത്രമാണ്. അത് ഈ ചാക്കു പോലുള്ളത് മാത്രമാണ്. ഒന്നും നടപ്പിലാക്കാനുള്ളതല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് കരുതാൻ സാധിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CBI അന്വേഷണം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഏത് അന്വേഷണത്തെയും നമ്മൾ സ്വാഗതം ചെയ്യല്ലേ. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർ നിയമിച്ച SIT, അവർ അന്വേഷണ പുരോഗതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമില്ലേ, ആരും മറച്ചു വെക്കുന്ന കാര്യമല്ലല്ലോ. അത്രയും സത്യസന്ധമായി നടക്കുന്ന അന്വേഷണത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടുപോയാൽ കാലിളകി ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുറ്റവാളികൾ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ കലക്കവെള്ളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മീൻ പിടിക്കാൻ ശ്രമം നടത്തണ്ട. ഈ മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ഇവിടെ ഇറങ്ങി പ്രചരണമൊക്കെ നടത്തുന്നത്. അദ്ദേഹമാണ് NDAയുടെ സ്ഥാനാർത്ഥി. അത് വല്ല ചലനം ഉണ്ടാക്കുമോ ഇവിടെ? കേന്ദ്രമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ കേന്ദ്രമന്ത്രി കേരളത്തിനെതിരായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹം ഒരു ചെറിയ സഹായം പോലും നമ്മുടെ സംസ്ഥാനത്ത് നൽകിയിട്ടില്ല. കഴക്കൂട്ടത്തിന് ഒട്ടും തന്നെ നൽകിയിട്ടില്ല. എന്തിനേറെ പറയണം, നമ്മുടെ രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് സുരേഷ് ഗോപി 2 ഹൈമാസ് ലാമ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ഹൈമാസ് ലാമ്പെങ്കിലും സ്ഥാപിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു
റാന്തൽ വിളക്ക് പോലും സ്ഥാപിച്ചിട്ടില്ല. ഇവിടെയും സ്ഥാപിച്ചിട്ട് കേരളത്തോട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായുള്ള കണ്ണൂരിൽ ഞാൻ അന്വേഷിച്ച് നോക്കി, കണ്ണൂരിലും തലശ്ശേരിയിലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എവിടെയാണ് ചെയ്തത് നമുക്കൊരു പിടിയില്ല. ഒരു കാര്യവും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് കേന്ദ്ര മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഴക്കൂട്ടം അപ്പോൾ കടകംപള്ളി ചേർത്ത് പിടിക്കും, ഒരു സംശയമില്ല. കടകംപള്ളി കഴക്കൂട്ടത്തുകാരുടെ ഹൃദയത്തിലും മനസ്സിലുമാണുള്ളത്. ഞാൻ പുറത്തല്ല, ഞാൻ ജയിച്ചാലും തോറ്റാലും ജനങ്ങളുടെ കൂടെ തന്നെയാണ്, കൂടെ തന്നെ ഉണ്ടാവും. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം RB സനു, മീഡിയ 1.